പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. പ്രിയ മക്കളെ, നാം എന്തെല്ലാമാണ് മുറുകെ പിടിക്കേണ്ടത്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ആദ്യ വിശ്വാസം മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ അന്ത്യത്തോളം ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യ വിശ്വാസം, അതായത് നാം എങ്ങനെ ആദ്യ സമയങ്ങളിൽ വിശ്വാസത്തിൽ, അതായത് നമ്മൾ എല്ലാം വിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ എങ്ങനെ നമ്മളിലുള്ള വിശ്വാസം വർദ്ധിച്ചുവോ അതുപോലെ തന്നെ അവസാനത്തോളം ഉണ്ടാകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ വിശ്വാസം മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവസാനം വരെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. എബ്രായർക്കെതിരെ ലേഖനം തന്നെ 3:6 പറയുന്നുണ്ട്, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്ന, അതായത് ഇവിടെ പറയാ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും. ഹല്ലേലൂയ. നോക്കൂ, പ്രത്യാശ എന്താ? നമ്മുടെ കർത്താവിൻ്റെ വരവ്. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു, എൻ്റെ കർത്താവ് വരും, എന്നെ ചേർക്കും. ഹല്ലേലൂയ. അതൊക്കെ നമ്മുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ മുറുകെ പിടിക്കണം അവസാനത്തോളം. എൻ്റെ അപ്പച്ചൻ്റെ സന്നിധിയിൽ എനിക്ക് നിൽപ്പാൻ സാധിക്കണമെന്നുള്ളത് ഹല്ലേലൂയ ഒരാശയാണ്. അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു വചനങ്ങളൊക്കെ ഉൾക്കൊണ്ടാൽ, ഹല്ലേലൂയ. നോക്കൂ, ഒരു വിശ്വാസി ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ കൃപയിൽ സഹകരിച്ച് വിശ്വാസത്തിലെ വിശുദ്ധിയിലെ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ അവൻ്റെ രക്ഷ എന്താണ് ഭദ്രമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് നാം മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം ലേഖനത്തിൽ 5:21 പൗലോസ് അപ്പോസ്തലൻ പറയാ, സകലവും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. എന്താണ് ഈ നല്ലത്? എന്താണ് സകലവും ശോധന ചെയ്യേണ്ടത്? അതായത് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4:8 തന്നെ പറയുന്നുണ്ട്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മളെ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. അതായത് നമ്മൾ എന്തൊക്കെയാണ് സത്യമുള്ളത്, ഹല്ലേലൂയ, നീതിയായിട്ടുള്ളത്, സൽകീർത്തിയായിട്ടുള്ളത്, സൽഗുണമായിട്ടുള്ളത്, പുകഴ്ചയായിട്ടുള്ളത്, ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മൾ അതൊക്കെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അന്ത്യത്തോളം വിശ്വസ്തയോടെ നമ്മൾ നിലനിൽക്കണം. പ്രിയ മക്കളെ, ചിലതൊക്കെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവസാനം വരെ നിലനിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, തലയെ മുറുകെ പിടിക്കണം. കൊലോസ്യ ലേഖനം 2:18 പറയാ, താഴ്ചയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ തല എന്താണ്? പുരുഷന്റെ തല ക്രിസ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വേണം നമ്മളെപ്പോഴും മുറുകെ പിടിക്കുവാൻ. നമ്മുടെ തല ക്രിസ്തുവായിരിക്കണം. പ്രിയ മക്കളെ, നമ്മൾ അപ്പൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളുടെ മധ്യത്തിൽ അപ്പന് മുൻസ്ഥാനം കൊടുക്കണം. യേശുപ്പന് നമ്മൾ മുൻസ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11 പറയുന്നുണ്ട്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കത്തക്കവണ്ണം ദൈവനാമ വ്യാപ്തിക്ക് വേണ്ടി അധികം വർദ്ധിച്ചു വരുവാൻ നാം ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. അതാ നമുക്കുള്ളത് നമ്മളെ മുറുകെ പിടിക്കണം.
നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ, നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലത്തിൽ നിന്ന് അത് മറ്റുള്ളവർ അത് കവർന്നു കൊണ്ടുപോകാതിരിക്കുവാൻ നാം വേണം അത് മുറുകെ പിടിക്കുവാൻ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. അത് നമ്മൾ ഹല്ലേലൂയ ഭക്തിയോടെ വിശ്വസ്തയോടെ അത് കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പ്രിയ മക്കളെ. വെളിപ്പാട് പുസ്തകം 2:25 പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെ ദൈവസഭകളോട് പറയുന്ന ദൂതാണ്, എങ്കിലും നമ്മോട് ഓരോരുത്തരോടുമുള്ള ദൂത. അതായത് നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വയലിൽ കളവിതറുവാൻ ദുഷ്ടൻ നോക്കി നിൽക്കുമ്പോൾ പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഉറങ്ങാതെ മയങ്ങാതെ ഹല്ലേലൂയ ദുഷ്ടൻ ഇടം കൊടുക്കാതെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വയലിൽ വിശ്വസ്തയോടെ നമ്മൾ ഹല്ലേലൂയ നല്ല വിത്ത് വിതറുന്നവരായി അത് ഫലം കൊടുക്കുന്നവരായി തീരത്തക്കവണ്ണമായി തീരണം. ഹല്ലേലൂയ. വെറുതെ ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ പ്രിയ മക്കളെ, ദുഷ്ടൻ വന്ന് കള വിതറുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത്, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. അതെന്താ? ഞാൻ കൽപ്പിക്കുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പച്ചൻ്റെ ഒരു കൽപ്പനയാ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നാം കർത്താപ്പച്ചൻ വരുന്നത് വരെ നമ്മളത് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നാം തന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്നെന്താണ്? മറ്റുള്ളവരത് കവർന്നെടുക്കുവാൻ തക്കം നോക്കി നിൽക്കുകയാണ്. പക്ഷേ അത് കൊടുക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇന്ന് നിലനിൽപ്പുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ഇന്ന് വ്യാപാരം ചെയ്യുവാൻ കഴിയുന്നില്ല. പലയിടങ്ങളിലും പല വിധത്തിലൂടെ പ്രശ്നങ്ങൾ മുന്നേറുകയാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊടുക്കുവാനുള്ളവർക്ക് ഹല്ലേലൂയ ഏൽപ്പിക്കുവാനുള്ള ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിരീടം പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രതിഫലം ഹല്ലേലൂയ നമുക്ക് ലഭിക്കേണ്ടത് അവിടെ ലഭിക്കും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അത് മറ്റുള്ളവർ കവർന്നു കൊണ്ടുപോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. പറയാണ്, സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഇന്നെന്താണ്? പല വിധത്തിലാണ് മറ്റ് ഹല്ലേലൂയ വിശ്വാസ മക്കളെയൊക്കെ ഹല്ലേലൂയ പല വിധത്തിൽ ഹല്ലേലൂയ തെറ്റിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയാ, സകലവും ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഇന്ന് എല്ലാത്തിനും നമ്മളങ്ങ് കൈനീട്ടുവാൻ നമ്മൾ ചെല്ലരുത്. ഹല്ലേലൂയ. നമ്മളത് നമുക്കുള്ളതാണോ, കർത്താപ്പച്ച നമ്മോട് പറഞ്ഞതാണോ, അത് എന്നെ ഏൽപ്പിച്ചതാണോ എന്ന് നമ്മൾ നോക്കി വേണം ഹല്ലേലൂയ അതിന് ശോധന ചെയ്തിട്ട് വേണം, അത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അർപ്പിച്ചിട്ട് വേണം നമ്മൾ അത് ഏറ്റെടുക്കുവാൻ. എങ്കിൽ മാത്രമേ അവിടെ വിജയം കൈവരിപ്പാൻ അതിൻ്റെ ഫലം കാണുവാൻ ഇടയായിത്തീരുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ കുർവാക്യം വായിച്ചതുപോലെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. പലയിടങ്ങളിൽ പല സംഭവങ്ങൾ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ്? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുക, അവസാനത്തോളം അത് മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ആദ്യമേ നമ്മൾ എങ്ങനെ വിശ്വാസ മാർഗത്തിൽ കടന്നു വന്നോ അത് അന്ത്യം വരെയും വിശ്വാസത്തോടെ അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിന്മേൽ നമ്മൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ നമ്മൾ ഉത്സാഹം കാണിക്കണം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതമേ, ആദ്യകാലങ്ങളിൽ നിങ്ങൾ വന്നതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് കരയുക, പ്രാർത്ഥിക്കുക, അവിടെ വിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതെന്താണ്? ആദ്യ സന്ദർഭങ്ങളിലൊക്കെ എന്താണ്? വളരെയധികം ഉത്സാഹത്തോടെ ദൈവസന്നിധി കടന്നു വരും. പിന്നീട് എന്താണ്? അത് എല്ലാം ഹല്ലേലൂയ ദൈവസന്നിധി നിന്ന് പ്രാപിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ആരെങ്കിലും ഹല്ലേലൂയ ദൈവസന്നിധി അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് കടന്നു വരുന്ന
കഠിനമായി തീരുവാൻ എൻ്റെ അപ്പ സഹായിക്കണമേ. കർത്താവ് അപ്പച്ച ഓരോരുത്തരോടും സംസാരിക്കണം കർത്താവേ. ആദ്യ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് അന്ത്യം വരെയും വിശ്വസ്തയോടെ നിൽക്കുവാൻ ഓരോ മക്കളെയും ഇടയാക്കണം കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതാകിയാൽ കർത്താവ് അപ്പച്ച ഇത് ജീവൻ പകരുന്ന വചനം. ഹല്ലേലൂയ. ഓരോ ജീവിതങ്ങളിലും ജീവൻ പകരുവാൻ ഇടയായി തീരണമേ. കർത്താവ് അപ്പച്ച സംസാരിക്കണം അപ്പ. ദൈവസന്നിധി മുറുകെ പിടിച്ച് കർത്താവിനെ മുൻതൂക്കം കൊടുത്തു മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.